നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് ഒറ്റയ്ക്കാണോ അതോ നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്താനാണോ താല്പര്യപ്പെടുന്നത്? അപ്പൊ നമ്മൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഒറ്റയ്ക്ക് പഠിക്കുന്നതാണോ അതായത് കമ്പൈൻ സ്റ്റഡി നടത്തുന്നതാണോ നല്ലത്? ഓരോരുത്തർക്കും ഓരോ ടെക്നിക്സ് ഉണ്ടാവും. ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഒറ്റയ്ക്കുള്ള പഠനമാണ്. ആൻഡ് ഐ ഓൾസോ സജസ്റ്റ് എന്താണ്, ഒറ്റയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ദിസ് ഇസ് എ കോമ്പറ്റീഷൻ, ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ആ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് യു ആർ മോർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ മാർക്ക്, നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന മാർക്ക്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ സെൽഫ് സോർട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ തന്നെ സോർട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടാതാവുകയാണെങ്കിൽ നമ്മൾ പല തരത്തിൽ ചിന്തിച്ച് നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഒരു ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഈ എൻട്രൻസ് എക്സാമിന്റെ ഹാളിൽ നിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക. നിങ്ങളാണ് അവിടെ ഇരുന്ന് ആ ക്വസ്റ്റ്യൻസിനെ നേരിടേണ്ടത്. സോ ദ ബെസ്റ്റ് തിങ് ഈസ് നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന ഒരു സ്റ്റഡി മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നല്ല മാർക്ക് അച്ചീവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവുക. ഓക്കെ.